എന്നാ വക്കീലെ കേസ് വിളിക്കുക? അതൊക്കെ സമയമെടുക്കും മോനാ. ഇത് കോടതിക്കാരിയാ. ഈ സിനിമയെ കാണുന്ന പോലെ ഓടി നടന്നൊന്നും കാര്യം നടക്കില്ല. എന്റെ വക്കീലെ, അവളെ സഹിക്കണനൊക്കെ ഒരു പരിധിയില്ല. ഇതിപ്പോ അവള് വളർന്ന് പന്തലിച്ചത്. എത്രന്ന് വെച്ചാൽ മനുഷ്യൻ ക്ഷമിക്കുക? കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി, നടന്നില്ല. അവളിപ്പോ അമ്മയായിട്ട് കൊമ്പ് കോർത്തിരിക്കുക. അതൊന്നും അത്ര നല്ലതിനല്ല. ഇതൊക്കെ അവളുടെ നാശത്തിനാ. വക്കീലേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഒരു കൊലപാതകം ചെയ്താ എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വരും? ഒരു ജീവപര്യന്തമൊക്കെ കിടക്കേണ്ടി വരും. എന്തേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇനി ആ കേസ് ഞാൻ തന്നെ വാദിക്കേണ്ടി വരുമോ അഞ്ജു? അതൊന്നും വേണ്ടി വരില്ല വക്കീലേ. എനിക്കെന്റെ അച്ഛൻ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ ഏർപ്പാടാക്കി തരും. ഞാനൊരു കൊലപാതകം ചെയ്താൽ പോലും വാദിച്ച് വേറെ ആരെങ്കിലും പ്രതിയാക്കാൻ തരത്തിലുള്ള വക്കീലന്മാരുണ്ട് എന്റെ അച്ഛന്റെ പക്കൽ. അത് നല്ല കാര്യം. ശരി വക്കീലേ, ഞാനിതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. താനെന്തോടെ ഇതൊന്നും കേട്ടൊന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്ത് മിണ്ടാനാ? അഞ്ജു ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചെങ്കിൽ അത് ആവണി ഇല്ലാതാക്കാനായിരിക്കില്ലേ? തോൽപ്പിക്കണമെന്ന് മാത്രമുള്ളൂ വക്കീലെ, അല്ലാതെ കൊല്ലണമെന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. പക്ഷെ അഞ്ജുവിന്റെ സംസാരം കേട്ടിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല. ഞാനൊരു കാര്യം പറയാം മോനാ, ആവണിയെ ആരെന്ത് ചെയ്താലും ഇനി ഒരു വണ്ടി തട്ടിയാൽ പോലും അത് കറങ്ങി തിരിഞ്ഞ് തന്റെ തലയിൽ വരും. എന്റെ തലയില അഞ്ജു ചെയ്താ അഞ്ജു ഇപ്പൊ പറഞ്ഞ പോലെ അവളുടെ അച്ഛൻ അവളെ രക്ഷിക്കും. തന്നെ ആര് രക്ഷിക്കും? ഇതോ താൻ തോൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാലും ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് തന്റെ തലയിൽ തന്നെ വരും. ആ കുറ്റം ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്ത അത് പിന്നെ എന്റെ തലയിൽ വരില്ലേ വക്കീലെ? പറ വക്കീലെ, ആവണിക്ക് എന്ത് സംഭവിച്ചാലും ആ കുറ്റം ഞാൻ ഏറ്റെടുക്കും. അതിന്റെ പേരിൽ ഒരാളും ജയിലിൽ പോകില്ല. അവളെന്നെ വെല്ലുവിളിക്കാനും ഭീഷണിപ്പെടുത്താനും മാത്രം വളർന്നോ? അമ്മ, അവളെ ഇല്ലാതാക്കിയ അവൾ ഈ ചെയ്തതിനൊന്നും അനുഭവിക്കാതെ പോകുന്ന പോലെ അവളെ ജീവനോട് വേണം അമ്മ. എന്നാലല്ലേ നമ്മൾ തിരിച്ചു ചെയ്യുന്നതിനൊക്കെ അവൾ അനുഭവിക്കുന്ന കാണാൻ നമുക്ക് പറ്റും. മോഹന, നിനക്ക് ഇപ്പോഴും അവളോട് സ്നേഹമുണ്ട്? വാശി അവള് തോറ്റു കാണണം അമ്മ. അവിടെ തോറ്റൊറ്റക്ക് ആരുമില്ലാതെ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കരയുമ്പോ കിട്ടുന്നൊരു സുഖം അത് മരിച്ചു കിടക്കണ കണ്ട കിട്ടോ അമ്മേ? ശരി മോഹന, നീ പറയുന്നത് പോലെ അവൾ ഈ ഗേറ്റിന്റെ മുമ്പിൽ വന്ന് നിന്ന് കരയുന്ന ആ കാഴ്ച ഞാൻ നിനക്ക് കാണിച്ചു തരും. എന്നോട് അവളുടെ കളി. ഇത് നല്ല കാര്യം. അപ്പൊ അമ്മ സീരിയസ് ആയിട്ട് തന്നെയാ? എന്താടോ വക്കീലെ അതിലിത്ര സംശയം? ഞാൻ തമാശ പറയുന്നത് വക്കീൽ ഈ അടുത്തെങ്ങാനും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഇതും സീരിയസ് ആയിട്ട് തന്നെയാ. കൊല്ലണമെന്ന് തന്നെയായിരുന്നു. പക്ഷേ മോഹനം പറഞ്ഞതിലും കാര്യമുണ്ട്. അവിടെ തോറ്റ് നമ്മുടെ മുമ്പിൽ വന്ന് കരയുമ്പോ അത് കാണാനൊരു സുഖം ഉണ്ടാവില്ലേ? ഉണ്ടാകും, ഉണ്ടാകണം.